നമുക്ക് ഇനി തിരുവനന്തപുരത്തേക്കൊന്ന് വന്നാൽ തലസ്ഥാനം എന്നതിൽ ഉപരി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ബീച്ചായ കോവളം സഞ്ചാരികൾ ഏറെ എത്തുന്ന സ്ഥലമാണ്. വർക്കല, പൊന്മുടി തുടങ്ങി നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ജില്ലയിലുണ്ട്. ആക്കുളത്ത് സഞ്ചാരികളെ ആകർഷിക്കാൻ നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണത്തിൽ തന്നെ തകർന്നതും വർക്കല ക്ലിഫിൽ പലതവണ മണ്ണിടിച്ചിലുണ്ടായതും ഒപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ്. തലസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് പരിശോധിക്കാൻ റിനു ശ്രീധർ ഉണ്ട്. അവിടെ റിനു ശ്രീധർ, ഗുഡ് ഈവനിംഗ്. സുരക്ഷിത ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം, അതിനായി ടൂറിസം വകുപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ സുരക്ഷിതമല്ലാതെ പ്രൈവറ്റായി പലരും നടത്തുന്ന സംവിധാനങ്ങൾ തകർന്നു വീഴുമ്പോൾ അതിന്റെ പഴിയാകെ വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിനാണ്. തിരുവനന്തപുരത്തെ ടൂറിസം കേന്ദ്രങ്ങളിലെ സുരക്ഷ എത്രത്തോളമുണ്ട്? തീർച്ചയായും. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ശംഖുമുഖം എന്ന് പറയുന്ന കടൽ തീരത്താണ്, ബീച്ചിലാണ്. വലിയ രീതിയിൽ പരിതാപകരമായിരുന്ന ഒരു ബീച്ചാണ്. പക്ഷേ നഗരസഭയും സംസ്ഥാന സർക്കാരും ഏറ്റെടുത്ത വലിയ രീതിയിൽ ഇതിനെ തിരികെ എത്തിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വെക്കേഷനാണ്, നമുക്കറിയാം. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഓരോ ദിവസവും. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ചില പരിമിതികളുണ്ട്, ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മൾ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ഈ തെരുവു നായകളുടെ വിഷയം വളരെയധികം ബുദ്ധിമുട്ടാണ്. നഗരസഭ അതിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബീച്ചിലെ ഒരു ശോചനീയ അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായി നിർമ്മിച്ച് സുരക്ഷാ ഭിത്തിയൊക്കെ തന്നെ സജ്ജീകരിച്ചെങ്കിലും അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കടലിൽ നിന്ന് തിരമാല അടിച്ചു കൊണ്ടുവന്ന മാലിന്യ വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം നമുക്കറിയാം, കൊച്ചുകുട്ടികളടക്കം നടന്നു പോകുന്നുണ്ട്, ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഈ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത ചില പ്രദേശങ്ങൾ കൂടി ഇവിടെയുണ്ട്. ഇതുകൂടി സജ്ജീകരിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ സുരക്ഷാ പ്രശ്നത്തിനൊരു പരിധി വരെ നമുക്ക് ഒരു സംരക്ഷണം നൽകാൻ കഴിയും. നമ്മൾ ദൃശ്യത്തിൽ വ്യക്തമാണ്, ആ കുട്ടികളടക്കം ഇവിടെ നിന്ന് താഴേക്ക് ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു വഴി കൂടിയാണിത്. പക്ഷേ ഇവിടെ ഒരു രീതിയിലുള്ള സംരക്ഷണ ഭിത്തിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൃശ്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ്. ഏകദേശം അങ്ങ് 100 മീറ്റർ 200 മീറ്റർ വരെ അകലെ വളരെയധികം സൗന്ദര്യം ആസ്വദിച്ച്, ശംഖുമുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ടൂറിസം കേന്ദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. നമുക്കറിയാം, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ കോവളം ബീച്ചിൽ എത്തുന്നവർക്ക് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ രാത്രിയായി കഴിഞ്ഞാൽ ലൈറ്റുകൾ കത്താത്ത സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മൾ തന്നെ നിരവധി തവണ വാർത്ത നൽകിയതാണ്, പൊതു ശൌചാലയങ്ങളില്ല. ഒപ്പം ഈ ബീച്ചിൽ, ഈ കേരളത്തിൽ തന്നെ കുളിക്കുവാൻ പറ്റുന്ന ഒരു ബീച്ച് കൂടിയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് കോവളം. ഈ കുളി കഴിഞ്ഞവർക്ക് സ്ത്രീകൾക്കടക്കം വസ്ത്രം മാറാനോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒപ്പം മാലിന്യം നീക്കം ചെയ്യുന്നതിലും ചില ബുദ്ധിമുട്ടുകൾ അവിടെയുണ്ട്. മലിന വസ്തുക്കളെല്ലാം തന്നെ തിരമാലകൾ അടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. വർക്കലയിലെ കാര്യം എടുത്താലും ഇത് തന്നെയാണ്. വർക്കല ക്ലിഫിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് വർഷങ്ങളായി. പക്ഷേ അത് പരിഹരിക്കുന്നതിന് സമഗ്ര പദ്ധതി വേണമെന്ന് നാട്ടുകാരും ടൂറിസ്റ്റുകളും അടക്കം ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഒരു സമഗ്ര പദ്ധതി കൊണ്ടുവന്ന് അതിനെ മണ്ണിടിച്ചിൽ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പരിമിതികൾ നോക്കുകയാണെങ്കിൽ വർക്കലയായാലും കോവളമായാലും ശംഖുമുഖമായാലും പൊന്മുടിയായാലും എല്ലായിടത്തും നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി വേണം അവിടേക്കുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെ നമ്മൾ ക്ഷണിക്കാൻ. മഴ വരുന്നു, അതിനുള്ള മുന്നൊരുക്കങ്ങൾ അതൊക്കെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്.